ആലപ്പുഴ സർക്കാർ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ രോഗിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയെന്ന മെഡിക്കൽ അശ്രദ്ധ കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംഭവം നടന്നത് താൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലല്ലെന്ന് മന്ത്രി പറഞ്ഞു. 2021 ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. കോഴിക്കോട്ട് ഹർഷീനയുടെ വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയത് 2017 വിവാദം തന്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്ന് വീണ ജോർജ് പ്രസ്താവിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ശേഷവും വർഷങ്ങളോളം രോഗിയുടെ ശരീരത്തിനുള്ളിൽ ഉപകരണം തുടരുകയുണ്ടായതിനെ തുടർന്ന് വലിയ വിവാദമാണ് ഉയർന്നത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഉത്തരവാദികളായവർക്ക് എതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. LDF പ്രചാരണ പരിപാടിക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അവർ ഈ വിശദീകരണം നൽകിയത്. ഇതേ തുടർന്ന് കഴിഞ്ഞ സർക്കാരിൽ മന്ത്രിയായിരുന്ന KK ശൈലജയെ ഉന്നം വെച്ചാണ് വീണ ജോർജ് സംസാരിച്ചതെന്ന് UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി പറഞ്ഞു. പത്തനംതിട്ട പ്രസ് ക്ലബിലെ ജനമനസ് സംവാദ പരിപാടിയിലായിരുന്നു വാക്പോര്. കണ്ണൂർ റെയിൽവേ സംഭവത്തിൽ ആക്രമണ ദൃശ്യം പുറത്തുവിടുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച വിവരം പറഞ്ഞ് അബിൻ എല്ലാം രാഷ്ട്രീയ കാപട്യമാണെന്ന് പ്രസ്താവിച്ചു. കഴുത്തിന് ഗുരുതര പരിക്കേറ്റെന്ന് പറയുന്ന മന്ത്രി വീണ ജോർജ് പണി നടക്കുന്ന റോഡിലൂടെ എങ്ങനെ ഇന്നോവ കാറിൽ സഞ്ചരിച്ചതെന്നും അദ്ദേഹം ചോദിച്ചു. ഇതിലൂടെ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലും ഇത്ര ലാഘവത്തോടെ കാണുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പിടിപ്പുകേടിനെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എന്നാൽ അബിന്റെ പ്രസ്താവനയോടുള്ള പ്രതികരണം മിതമായ ഭാഷയിൽ മന്ത്രി വീണ ജോർജ് ഒതുക്കി. തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നെന്ന മുൻ നിലപാട് മന്ത്രി ആവർത്തിച്ചു. ചൂരൽമല ദുരിതാശ്വാസ ഫണ്ടിൽ DYFIക്കെതിരെ തട്ടിപ്പ് ആരോപണം അബിൻ ഉന്നയിച്ചു. എന്നാൽ ഇതിനെ തുടർന്ന് വയനാട് ദുരിതാശ്വാസത്തിനായി പിരിച്ചെടുത്ത ഫണ്ടിന്റെ കണക്കുപോലും ഇല്ലാത്തവരാണോ ഇത്തരം ചോദ്യം ഉന്നയിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് തിരിച്ചടിച്ചു. അയ്യപ്പന്റെ മുതല് കട്ടതിന് ജയിലിൽ പോയവരുടെ ജില്ലയാണിതെന്നും വരുന്ന തിരഞ്ഞെടുപ്പിൽ ജനം കണക്ക് തീർക്കുമെന്നും അബിൻ പറഞ്ഞു.